അലീന മനുവിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചതും മനു ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ എൻ്റെ കോളിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്ല, ഓഫീസിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളെ കാത്തു നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരൊന്ന് സംസാരിക്കുന്നുണ്ട്. മനു പറയുന്നുണ്ട്, ഓഫീസിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിക്കുന്നു പറഞ്ഞിട്ട് പറയുമ്പോഴും നിനക്കൊരു കുശുമ്പൊന്നും തോന്നുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കുള്ളത് എനിക്ക് തന്നെ കിട്ടുന്നുള്ള കാര്യം ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കേണ്ടത്? പക്ഷെ എന്നാലും മനുവേട്ടന് ഇപ്പോൾ എന്നോട് പണ്ടത്തെ സ്നേഹമൊന്നുമില്ല, അപ്പോൾ വിളിക്കണമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട്. നീ സുരക്ഷിതമായ ഒരു സ്ഥലത്തല്ലേ ഇരിക്കുന്നത്, പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല. അച്ഛൻ മാത്രമല്ല നിൻ്റെ രക്ഷകർത്താവ്, വേറൊരാൾ കൂടി ഉണ്ട്. ഈ ഞാനും കൂടെ നിൻ്റെ രക്ഷകർത്താവാണ്. നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാനാണ്. ഞാനല്ലേ നിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത്, മുത്തശ്ശൻ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതും സ്റ്റാൻലി റൂമിലേക്ക് വന്നിട്ട് അലീനൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഉപവാസം അവസാനിപ്പിച്ചൂടെ, എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തോറ്റുതരാൻ തീരുമാനിച്ചാൽ പിന്നെ എന്താണ് അതിൽ വേറെ പ്രശ്നം? ഞാൻ ഇപ്പം തോൽക്കാം, പക്ഷേ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ തോൽക്കാൻ പറയരുത് പപ്പ. ഞാൻ ഒരുപാട് തോറ്റിട്ടാണ് ഇവിടം വരെ എത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയിട്ട് നാരങ്ങ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് കുടിച്ചിട്ട് വേണം ഉപവാസം അവസാനിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പൗലോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അലീന ഇവിടെ എന്താണോ പറയുന്നത് അത് കേട്ടിട്ട് നീ ഇവിടെ നടന്നാൽ മതി. അവൾ എന്ത് പറഞ്ഞാലും നീ കേൾക്കണം, അല്ലെങ്കിൽ നീ ഇവിടെ ജോലിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല, നീ നാളെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് കേട്ടത് അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അലീന സ്റ്റാൻലിയുടെ അടുത്ത് പറയുന്നുണ്ട്, പപ്പ എനിക്ക് ഭക്ഷണം വാരിത്തരൂ, എന്നിട്ട് ഞാൻ എൻ്റെ ഉപവാസം അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ചീപ്പ് സെൻറ്റിമെൻ്റൽ അല്ലേ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പപ്പയ്ക്ക് അങ്ങനെയായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അലീന തിരിച്ചും സ്റ്റാൻലിക്ക് ഭക്ഷണം വായിൽ കൊടുക്കുന്നുണ്ട്. മോൾ ആദ്യമായിട്ട് തരികയല്ലേ, പപ്പ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തപ്പോൾ സ്റ്റാൻലിക്ക് ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ വല്യപ്പച്ചനെ വിളിച്ചിട്ട് വരാം, ഭക്ഷണം കഴിക്കാൻ ആള് എനിക്ക് വേണ്ടി ഉപവാസം ഇരിക്കുകയെന്ന്, വാടി തളർന്നിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കാനൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് പറയണ്ടേ, നമ്മൾ ഉപവാസത്തിലല്ലായിരുന്നു കൊച്ചെ, പിന്നെ എന്തിനാ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ? സ്റ്റാൻലി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ ഉപവാസം അവസാനിപ്പിച്ച് പപ്പ വന്ന് എന്നെ കൂട്ടിയിട്ട് പോയിട്ട് ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പൗലോസിനെ വിളിച്ചിട്ട് പപ്പ പറഞ്ഞു, അലീന എന്ത് പറഞ്ഞാലും അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഉപവാസം അവസാനിപ്പിക്കാൻ നമ്മൾ വിജയിച്ചിരിക്കുന്നു വല്യപ്പച്ച എന്ന് പറഞ്ഞിട്ട് അലീന പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ രാത്രി ഭക്ഷണം എടുത്ത് കട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു, എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ എന്ന് പറയുന്നുണ്ട് അവതക്കുട്ടി ചായൻ്റെ വില കളയുകയാണോ എന്ന് പറഞ്ഞിട്ട് അലീനയും തിരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. രാവിലെ മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് സ്റ്റാൻലിയും അവതക്കുട്ടിയും കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്, എപ്പോഴും നീ എൻ്റെ അടുത്ത് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. ഓ പിന്നെ, അവൾ പറഞ്ഞു ഞാൻ അങ്ങനെ അനുസരിക്കുകയല്ലേ. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു രാവിലെ എണീറ്റ് നടക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പപ്പ ചെറുപ്പമായേനെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി കുറച്ച് നടക്കുന്നത് നല്ലതാണെന്ന്, അങ്ങനെ ഞാൻ നടന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇവിടുത്തെ പുതിയ ലേഡി കമാൻഡർ എന്നെ നിൽക്കാനും ഇരിക്കാനും അയക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവതക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവളൊരു നല്ലൊരു കമാൻഡറാണ്, നിൻ്റെ കൂടെ നടക്കുന്നവരൊന്നും രൂപമില്ല, അപ്പോൾ അവൾ പട നയിപ്പിക്കാനും നിന്നെ ജയിപ്പിക്കാനും അവൾ നിന്നെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.